ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലെങ്കിൽ തന്നെ എങ്ങനെയൊക്കെ ഊരാക്കുടുക്കുകൾ ഉണ്ടാക്കാന്നാ ഇവിടെയുള്ളവരുടെ ചിന്ത. കുരുക്കഴിക്കാൻ വന്ന ഒരാളെ കണ്ടില്ലേ? എടാ, സ്വന്തം തന്തയും തള്ളയും കാണാതായിട്ട് ഒന്ന് തിരക്കി ഇറങ്ങാൻ പോലും മനസ്സ് കാണിക്കാത്തവനാ നിന്ന് ന്യായം പറയുന്നേ. തന്തയും തള്ളേൻ കളിപ്പാട്ടൊന്നുമല്ലല്ലോ കാണാതാവാൻ. വയസ്സായാലും മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പഠിക്കണം. ഇതൊക്കെ ആരോട് പറയാനാ? ഉലകം ചുറ്റി നടക്കല്ലേ ഇവർക്ക് വേണ്ടത്. അച്ഛാ, വന്ദന ചോദിച്ചു തന്നെ എനിക്ക് അറിയാനുള്ളത്. അച്ഛൻ ആനന്ദാശ്രമത്തിൽ പോകുന്നു പറഞ്ഞിട്ട് എന്താ അവിടെ പോകാതിരുന്നത്? പറയുന്നത് പോലെ ചെയ്ത് ശീലമില്ലല്ലോ മോനെ. അത് പിന്നെ റെയിൽവേ ട്രാക്കിൽ ഡെഡ് ബോഡി തിരിച്ചറിയാൻ പോയപ്പോ പാവം വന്ദനയാകെ തളർന്നുപോയി. ആ അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു നിമിഷം ഈ ലോകം തന്നെ ഇടിഞ്ഞു താഴ്ന്നത് പോലെ എനിക്ക് തോന്നി. അല്ലച്ചാ, എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. വന്ദനേച്ചി പറഞ്ഞു അച്ഛന്റെ ID കാർഡ് മൃതദേഹത്തിന് അരികിൽ നിന്ന് കിട്ടിയെന്ന്. അത് പറയാം. ട്രെയിൻ യാത്രക്കിടയിൽ മറ്റൊരാളുടെ ബാഗുമായിട്ട് ഞങ്ങളുടെ ബാഗ് പരസ്പരം മാറിപ്പോയി. അങ്ങനെയാ ID കാർഡ് നഷ്ടപ്പെട്ടത്. അപ്പോ മരിച്ചത് അവരായിരിക്കുമല്ലേ? അതെ, അതിനാണ് സാധ്യത. എന്തായാലും അച്ഛനും അമ്മയും കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? പാവം ദിയമോള് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് നടക്കുകയായിരുന്നു ഇവിടെ. നോക്കിക്കോ, ദിയമോള് സ്കൂളിൽ നിന്ന് രമ്യ ടീച്ചറിന്റെ ചൂരലെടുത്തിട്ട് വരും. ഇനി പറയാതെ പോയാ അച്ഛന്റെയും അച്ഛമ്മേരെയും ചന്തി അടിച്ചു പൊട്ടിക്കും. ഇത് തന്നെയാ മോളെ അതിനുള്ള മരുന്ന്. ഞങ്ങള് കാരണം എല്ലാരും സങ്കടപ്പെട്ടതിൽ ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദിയമോളോട്. ഇപ്പോഴത്തേക്ക് ദിയമോള് ക്ഷമിച്ചിരിക്കുന്നു. മാനത്തെ കൊട്ടാരം